ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി ഇന്ന്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ജയിൽ മോചിതനാകുന്ന പ്രതിയെ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. ദ്വാരപാലക ശില്പക്കേസിലെ സ്വാഭാവിക ജാമ്യത്തിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും ജാമ്യം ലഭിക്കുന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിൽ മോചിതനാകും. റിമാൻഡിലായി 90 ദിവസം പൂർത്തിയായത് കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുക. കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിനാൽ വിജിലൻസ് കോടതി പ്രതിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കും. ഇതോടെ കേസിൽ 4ാമതായി ജയിലിന് പുറത്തിറങ്ങുന്ന ആളാണ് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരത്തെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബുവും S. ശ്രീകുമാറും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും ജയിൽ മോചിതരായിരുന്നു. മുൻ തിരുവാഭരണം കമ്മീഷണറായ KS ബൈജുവും കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. മറ്റു പ്രതികളും ഉടൻ സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിക്കും. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത് SITയുടെ വീഴ്ചയാണെന്നതാണ് ഉയരുന്ന ആരോപണം. അതേസമയം ജയിൽ മോചിതരാകുന്ന പ്രതികളെ ED ചോദ്യം ചെയ്തു വരികയാണ്. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്തേക്കും. ജനം, കൊല്ലം.